ആ വന്ദേമാതരം ചൊല്ലാൻ പാടില്ല എന്നാണ് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുടെ തീട്ടൂരം. മുഴുവൻ ഒരിക്കലും ചൊല്ലരുതെന്നാണ്. അവർക്ക് മുറിച്ചേ ചൊല്ലാൻ പാടുള്ളൂ എല്ലാം. അങ്ങനെയാണ്. ഒരു കവിത മുറിച്ചാൽ അതിൻ്റെ അർത്ഥം എന്തായിത്തീരും എന്ന് സാമാന്യ ഭാഷാബോധമുള്ളവർക്കറിയാം. ഒരു കവിയുടെ ഉള്ളിൽ നിന്നൊരു പൂർണ്ണ സൃഷ്ടിയാണ് പുറത്തേക്ക് വരുന്നത്. ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കാലങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ആവട്ടെ, കാലിന് ആവശ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ ഒരു ജന്മമാണ്, ഒരു പിറവിയാണ് ഒരു കവിത. അങ്ങനെ പുറത്തു വന്നൊരു മന്ത്രം അതിൻ്റെ അവസാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരികളാണ്: ശ്യാമളാം സരളാം സുസ്മിതാം ഭൂഷിതാം ധരണീം ഭരണീം മാതരം. ഈ അമ്മയുടെ ആഗ്രഹം എന്താ? അമ്മ എവിടെ എത്തണമെന്നാണ്. ധരണീം ഭരണീം. ഭാരതത്തിൻ്റെ കന്യാകുമാരി മുതൽ കശ്മീരം വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭൗതിക ജീവാതിർത്തിയിൽ, ഈ ഭൗമാതിർത്തിക്കുള്ളിലുള്ള വൈഭവം അല്ല ഭാരതത്തിൻ്റെ ലക്ഷ്യം, ഭാരതത്തിൻ്റെ മിഷൻ. പകരം ധരണീം ഭരണീം, ഈ സമ്പൂർണ്ണ ഭൂമിയെയും താങ്ങി നിൽക്കാനുള്ള നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതാണ് വൈദിക ഋഷിമാർ പറഞ്ഞിട്ടുള്ള കൃണ്വന്തോ വിശ്വമാര്യം. ഈ സമ്പൂർണ്ണ വിശ്വത്തെയും ആര്യമാക്കി തീർക്കുന്നതിന് വേണ്ടി. ആര്യമെന്ന് കേട്ടാൽ തന്നെ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്കു ഭാഗത്തൊക്കെ പലർക്കും വേറെ പലതാണ് ഓർമ്മ വരിക. ആര്യ ദ്രാവിഡവാദം. ആര്യന്മാർ അവിടുന്ന് വന്നു, ഇവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡന്മാരെയൊക്കെ അടിച്ചോടിച്ചു, ഇല്ലാതെയാക്കി എന്നൊക്കെ പറയുന്ന കഥകൾ ഇപ്പോഴും തെറ്റാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞിട്ടും സ്വീകരിക്കാതിരിക്കുന്ന ആളുകൾ പലരുമുണ്ട്. ഇരിക്കട്ടെ, ആര്യം എന്ന് വൈദിക ഋഷി ഉപയോഗിച്ചതും ശ്രീനാരായണ ഗുരുദേവൻ ആര്യം എന്ന് ഉപയോഗിച്ചതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട സത്പരിണാമം, ആ പരിണാമ പൂർത്തിയിലെത്തി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന പേരാണ് ആര്യൻ എന്നത്. അത് ഗുണവാചിയാണ്. ആ ഗുണവാചിയായ ശബ്ദത്തെ ഉപയോഗിച്ചുകൊണ്ട് വൈദിക ഋഷി പറഞ്ഞു, നമ്മുടെ ജീവിത ലക്ഷ്യം കൃണ്വന്തോ വിശ്വമാര്യം, സമ്പൂർണ്ണ ലോകത്തെയും ആര്യമാക്കുക. വന്ദേമാതരത്തിൻ്റെ കർത്താവും നമ്മുടെ മുന്നിൽ പറഞ്ഞു, ധരണീം ഭരണീം മാതരം. ബങ്കിം ചന്ദ്ര ഋഷിയും അത് തന്നെയാണ് പറഞ്ഞത്, വൈദിക ഋഷിയും അത് തന്നെയാണ് പറയുന്നത്. സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യവും അതാണ്.